നമസ്കാരം. പാസ്റ്റർ അനിൽ കൊടുത്തോട്ടുമായിട്ടുള്ള അഭിമുഖം തുടരുകയാണ്. വളരെ വിശാലമായ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ അഭിമുഖങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും പ്രേക്ഷക സമൂഹം ഞങ്ങളെ ഏൽപ്പിച്ച ചോദ്യങ്ങളാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി നിങ്ങൾക്കത് അനുഗ്രഹപ്രദമായി തീരുന്നു, പ്രയോജനകരമായി തീരുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഇന്ന് ഈ അഭിമുഖത്തിലൂടെ നാം കേൾക്കുന്നത്, നാം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് കായിക സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾക്ക് എത്തരത്തിലാണ് സഭ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് ചില സാഹചര്യങ്ങളിൽ സഭ കലയ്ക്കും കായിക തലത്തിലുള്ള അല്ലെങ്കിൽ കായിക വിനോദത്തിനൊക്കെ അയിത്തം ഏർപ്പെടുത്തുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ആദിമകാലത്തുള്ള ആ കാഴ്ചപ്പാടിൽ തന്നെ നിൽക്കുന്നു എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കഴിവുണ്ടായിട്ടും മാറി നിൽക്കേണ്ടി വരുന്ന, സമൂഹത്തിൽ മാറി നിൽക്കേണ്ടി വരുന്ന നമ്മുടെ ധാരാളം കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ കായിക രംഗത്ത് നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ സഭ അത്തരം വിഷയങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ചോദ്യം വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ്, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ സാമൂഹിക ചുറ്റുപാടിൽ ഏറ്റവും അധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിശുദ്ധ ബൈബിൾ കേന്ദ്രീകരിച്ചുള്ള ഇസ്രയേൽ, അതുപോലെ തന്നെ ഗാസ, അതുപോലെ തന്നെ ബൈബിൾ കേന്ദ്രീകൃതമായ ചില വിഷയങ്ങൾ, ഇസ്രയേലിൻ്റെ ഭാവി അല്ലെങ്കിൽ ഗാസയുടെ ഭാവി, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചും പലരും വ്യക്തമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നാം ചോദിക്കുന്നതും നാം കേൾക്കാനായി പോകുന്നതും. നിശ്ചയമായിട്ടും നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഈ എപ്പിസോഡും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സ്വാഗതം പാസ്റ്റർ. ജമീമ റോഡ്രിഗസ് നമ്മുടെ കഴിഞ്ഞ ഇടയിൽ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ കേട്ട ഒരു കളിക്കളത്തിൽ നിന്നുള്ള ഒരു സാക്ഷ്യം. സത്യത്തിൽ ആ പെൺകുട്ടി എല്ലാവരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. ആ സന്തോഷത്തിൽ മറ്റു പല കാര്യങ്ങളും പറയാമായിരുന്നു. എന്നാൽ അതിലപ്പുറം ആദ്യമേ കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഞാനല്ല കളിച്ചത്, അല്ലെങ്കിൽ ഞാൻ അവിടെ എനിക്കൊന്നും ചെയ്യാതെ നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അവിടെ എന്നെ ബലപ്പെടുത്തിയത് ദൈവവചനമാണ്, യേശു ക്രിസ്തുവാണെന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന പല വിമർശനങ്ങൾ അതിനുണ്ടായി. പക്ഷേ ലോകം മുഴുവൻ അത് കേട്ടു. ആ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില ചോദ്യങ്ങളുണ്ട്. പെന്തക്കോസ്ത് സമൂഹം കലയ്ക്കും കായികത്തിനും അല്ലെങ്കിൽ കായിക വിനോദങ്ങൾക്കും കൊടുക്കുന്ന സ്ഥാനം എന്താണ്? പലപ്പോഴും മുൻകാലങ്ങളിൽ ഇതിന് അയിത്തം കൽപ്പിച്ച് ഇവയൊക്കെ നമ്മളുടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ഇന്നും അതിൽ നിന്ന് പല സഭകളും പെന്തക്കോസ്തിൽ തന്നെയുള്ള ചില പാരമ്പര്യ സഭകളൊന്നും അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിൽ പാസ്റ്റർക്കുള്ള അഭിപ്രായം എന്താണ്? സഭ ഇതിനെ അംഗീകരിക്കണമോ? നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കണമോ? അല്ലെങ്കിൽ ചില ബൈബിളിലെ ചില വാക്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പലരും പിന്നോട്ട് വലിക്കുന്നവരുണ്ട്. പലപ്പോഴും ഈ കലയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളൊക്കെ നന്നായി കഴിവുകളുള്ള നമ്മുടെ കുട്ടികൾ ഇത്ര വിശ്വാസപരമായ വിഷയങ്ങൾ കൊണ്ട് പലപ്പോഴും മാറി നിൽക്കേണ്ടി വരികയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ സഭ എന്താണ് ചെയ്യേണ്ടത്? പാസ്റ്ററുടെ അഭിപ്രായം എന്താണ്? അതായത് കല, സംസ്കാരം, കായികം ഇവ നമുക്ക് അന്യമല്ല. അവയെ നിരാകരിച്ചുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ വയ്യ. വീടിൻ്റെ നിർമ്മിതി ഒരു കലയാണ്, അല്ലെങ്കിൽ നമ്മൾ വസ്ത്രം തുന്നുന്നതൊരു കലയാണ്, അല്ല എന്തെങ്കിലും വാരി പുതയ്ക്കല്ല. ഇതിലെല്ലാം നമ്മൾ കൃത്യം ആ കലാപരമായ ഒരു സംവിധാനത്തെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കലയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അതിലുപയോഗിച്ച ഗണിതമാണ്. ഗണിതം മീൻസ് എത്ര അളവിൽ ഈ കാര്യം പ്രയോഗിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവാണ്. ബാറ്റ് വീശുന്നു, അതിലെ ടൈമിംഗ് ആണ്, അത് കണക്കാണ്. വസ്ത്രം തുന്നുന്നു, എങ്ങനെ അളവാണ് അതിലെല്ലാം കാര്യം. അപ്പോൾ ഈ അളവ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളും കൊണ്ടുനടക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന കലയാണ്, അത് ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമായി വെക്കുന്നു. ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് കാണേണ്ടത് ഇതിനെ വൾഗറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വൾഗറായുള്ള ഉപയോഗത്തെ തടസ്സം ചെയ്യണമെങ്കിൽ ശരിയായ ഉപയോഗത്തെ ഇപ്പുറത്ത് ബദലാക്കി സൃഷ്ടിക്കണം. ഇത് നമ്മൾ പണ്ട് വിജയിപ്പിച്ചതാണ്, ശ്രദ്ധിക്കാതെ പോയത്. അപ്പം മഷികാ ചരിത്രം എന്നൊരു ഫിലിം ഇറങ്ങി. അതെ,
അതെല്ലാവരും കണ്ടു. അപ്പോൾ ഈ ചോദ്യം അന്ന് ഉരുത്തിരിഞ്ഞില്ല. സിനിമ കാണാമെന്നല്ല, മനുഷ്യചരിത്രം കാണാൻ പോകുന്ന സിനിമ എന്നാരും പറയുന്നില്ല. പണ്ടേ ഇത് കണ്ടു മനുഷ്യരല്ലേ. അതുപോലെ നമ്മൾ നോവലുകൾ, ഇതൊക്കെ നമ്മളും എഴുത്തുകാരായിരുന്നല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ പറ്റിപ്പോയൊരു പരാജയം, നമ്മളൊരു കഥ എഴുതുക, നമ്മുടെ കുട്ടികൾക്ക് കഥ എഴുതാൻ കൊടുക്കുക. ഈ കഥ ചെന്ന് ചേരുന്നത് പാവിയുടെ മാനസാന്തരത്തിലാണ്. അതെ അല്ലേ, അവസാനിക്കുന്ന അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനൊരു നിർബന്ധം നമ്മൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാവുകയോ ചെയ്യുന്ന പരിസ്ഥിതി ഉണ്ടായി. അതെ. അപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീമിൽ നിന്ന് ഒത്തിരി പോയി. പക്ഷെ ഇന്നത്തെ കുട്ടി ഇതല്ല ശരി. ഈ പോലത്തെ ലിറ്ററേച്ചർ പഠിക്കുക, അയാൾ സിനിമ കണ്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചേ പറ്റുള്ളൂ, മറ്റേ ഫ്രാൻസിസ് സി ടി കോര, ടി ഡി രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായി, ഇതൊക്കെ വായിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പണ്ടുമാണെങ്കിലും അങ്ങനെ പറ്റുള്ളൂ. അതിൽ ഗവേഷണം നടത്തേണ്ടി അതിലും അപ്പുറത്ത്. അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബാല്യം മുതൽ ഇതിൽ വെക്കേണ്ട അതിർവരമ്പുകളാണ് വെക്കേണ്ടത്. ഇപ്പോൾ കായികം നല്ലൊരു വഴിയായിരുന്നു. എക്സാമ്പിൾ, നമ്മുടെ കുട്ടി ഒരു ക്രിക്കറ്റ് കളിക്കുകയോ വോളിബോളോ എന്തെങ്കിലും ആട്ടെ, ഫുട്ബോൾ, ഇതിനുള്ളിൽ നുണ പറയാൻ സാധ്യത ഏറെയാണ്. നമ്മുടെ ഒന്നാമത് ബാല്യം, ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാം വരുമ്പോൾ അപ്പോൾ ഇവനെ കൃത്യം കണ്ടുപിടിച്ച് നമുക്ക് ചേർന്നല്ല, അവൻ ജയിച്ചാൽ അവനും ദൈവമകനാണ്. ഈ ഒരു ബോധം ചെറുപ്പത്തിലെ കൊടുത്ത് അതിലൊരു സത്യസന്ധത സൃഷ്ടിക്കുക എന്നത് കലയിലെ പുത്തനൊരു കാഴ്ചപ്പാടാണ്. അല്ലെ, മദ്യം കുടിച്ച് മോശമാകുന്ന ഒത്തിരി കലാകാരന്മാരെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തീയത അതല്ലെന്നും അങ്ങനെ സ്വയം നശിക്കേണ്ടവനല്ലെന്നും, പക്ഷേ ഈ കല നിനക്ക് ഒരാശയത്തെ ജനങ്ങളിൽ എത്തിക്കാൻ നല്ല മെത്തേഡാണെന്നും ഈ മീഡിയ ഉപയോഗിക്കണമെന്നുമുള്ള ഒരു പഠനമായിരുന്നു വേണ്ടത്. അത് കിട്ടിയില്ല. ഇനിയിപ്പോൾ അത് കുട്ടികൾ പൊട്ടിച്ചിറങ്ങും മുമ്പ് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ അതിൽ റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളോടിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, വീട്ടിലിരുന്ന് ആളുകൾ സിനിമ കാണുന്നു, ടി വിയിൽ കാണും, ഇത് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലുള്ള കുഴപ്പം എന്താ? അപ്പോൾ തത്വത്തിൽ രണ്ടും ഇതാണ്. അപ്പോൾ അതിൻ്റെ മറുപടി, നമ്മൾ വീട്ടിൽ നല്ല ആഹാരം കഴിക്കും, ഇത് ഷാപ്പിൽ പോയിരുന്ന് കഴിച്ചാലുള്ള വ്യത്യാസം എന്താ? ഈ ചോദ്യം പോലെയാണ്. ഇത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഈ സിനിമയോ നാടകമോ പാട്ടോ ഒന്നും അതിൽ തന്നെയല്ല തെറ്റ്, ആ പ്രമേയം എന്താണ്? അതെ. മറ്റൊരു കാര്യം, പൂർവികരുടെ കുറ്റമായിരുന്നില്ല. പണ്ടുള്ള മലയാള ചിത്രങ്ങളെല്ലാം അവമതിപ്പുണ്ടാക്കുന്ന മ്ലേച്ഛതയായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി മാറി മനുഷ്യർ എന്ന് പറഞ്ഞ പോലെ ആ ബോധത്തിലാണ് ഇപ്പോഴും ഈ കലയെ മനുഷ്യനെ അടയാളപ്പെടുത്തുന്നത്. അതെ അതെ. അപ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും. അതെ അതെ. അപ്പോൾ ഇതിനെ നമുക്ക് ഏറ്റവും പക്വമായൊരവസ്ഥയിൽ കൊണ്ടുവരാനുള്ള മാനസികാവസ്ഥയാണ് സൺഡേ സ്കൂളും യൂത്തും ഒക്കെ സൃഷ്ടിക്കേണ്ടത്. അല്ല, നമുക്ക് പാടെ ഇതിനെ നിരസിച്ചുകൊണ്ട് ഇനിയുള്ളൊരു കാലത്ത് പോകാൻ പാടില്ല, പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇനി ആ പെൺകുട്ടിയെപ്പറ്റി പറഞ്ഞുകൂടെ പറയാം. അവൾ ആ വിജയം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അവൾ അവഗണിക്കപ്പെടുന്നു. മുമ്പേ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിൽ നമ്മളും മറ്റൊരാളും പോകുന്നു, മറ്റൊരു സമൂഹത്തിൽപ്പെട്ട ആൾ, വെദർ ഹീസ് എത്തിസ്റ്റ് ഓർ തീസ്റ്റ്, അല്ല ഏതുമാകട്ടെ, നമ്മൾ പെൻഡക്കോസ്റ്റൽ ഐഡൻറ്റിറ്റി ഉള്ളവരാണ് എന്ന കാരണത്താൽ പ്രഥമദൃഷ്ടിയാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടുക, നമ്മുടെ കുട്ടി അവഗണിക്കപ്പെടുക. പിന്നെ അവൾ കഴിവ് പ്രൂവ് ചെയ്തിട്ട് വേണം അവിടെ സ്റ്റാൻഡ് പിടിക്കാൻ. നമ്മുടെ അവസ്ഥ അതാണ്. അപ്പോൾ കഴിവ് പ്രൂവ് ചെയ്താൽ ഓക്കെ, മറ്റേ ആൾ കഴിവൊന്നും വേണ്ട, ഒരു കഴിവ് അവന് വേണ്ട, അവനാണ് എന്ന കാരണത്താൽ അവിടെ അവന് അക്കോമഡേഷനായി കഴിഞ്ഞു. അതിൻ്റെ ഒരു വേദനയിലാകാൻ ഈ ഒരു കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം മികച്ച വിദ്യാഭ്യാസം കിട്ടത്തക്ക വിധം റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ട് തന്നെയാണ് ജയിച്ചേ. ഈ വേദനയെന്ന് അവർ പഠിച്ചേ. അപ്പോൾ ഈ പ്രൂവ് ചെയ്യപ്പെടേണ്ട ഇടത്ത് ആ പെൺകുട്ടി പാസ്റ്ററുടെ മകളാണ്, ഇങ്ങനെ പല കാരണങ്ങളാൽ അവഗണിക്കപ്പെട്ടു. അകത്തും പുറത്തും ഉണ്ടാകുന്ന വേദന ഇതെല്ലാം അവൾ വ്യാപിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അവളുടെ പ്രാർത്ഥനയ്ക്കുള്ളൊരു ആൻസറാണ് അതെന്ന് തന്നെ ഞാനും കരുതുന്നു. അത്തരം കുട്ടികൾ ദൈവ ഇതപ്രകാരം നിൽക്കാനും ഒക്കെ ഉള്ള പരിപക്വമായൊരു മാനസികാവസ്ഥ നമ്മളെല്ലാം കൂടെ സൃഷ്ടിക്കണം. അല്ലാതെ ഒരു വല്ലാത്ത ബേഡൻ അവളുടെ തലയിൽ വെച്ചു കൊടുക്കല്ല. അപ്പോൾ അവരെ സ്വീകരിച്ചുകൊണ്ട് തന്നെ പോകണം. ചില ഘട്ടങ്ങൾ വന്നാൽ നോ പറയാനുള്ള മാനസികാവസ്ഥ അതാണ് അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നീ പൊക്കോളൂ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ നിനക്ക് കർത്താവ് അംഗീകരിക്കാത്ത, പരിശുദ്ധാത്മ നിയന്ത്രണമില്ലാത്ത ഒരു ആക്ടിവിറ്റിക്ക് നിർബന്ധിക്കപ്പെടുമ്പോൾ നോ എന്ന് കർശനം പറയാനുള്ള ആ ബോധം ഉണ്ടാക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അത് ഉണ്ടാക്കിയാൽ വിജയിച്ചു, പിന്നെ ഒന്നും അതിൽ തെറ്റായിട്ട് വരുന്നില്ല. ഈ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ ധാരാളം കുട്ടികൾ, കഴിവുള്ള കുട്ടികളുണ്ട്. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴെങ്കിലും പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം അത് സഭാ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പല പ്രാദേശിക സഭകളാണെങ്കിലും വിവിധ സഭകളുടെ നേതൃത്വത്തിൽ നിന്നാണെങ്കിലും നമുക്കത് ചേർന്നതല്ല എന്നുള്ള ചിന്ത, അന്ധമായ
ഒരു പിന്മാറ്റം ഈ വിഷയത്തിൽ, അതായത് നമ്മുടെ ഉപദേശവുമായിട്ട് ചേർന്ന് പോകുന്നില്ല, നമ്മുടെ നിത്യമായ ആത്മീയ ബന്ധമായിട്ടൊന്നും ഇത് ചേർന്ന് പോകുന്നില്ല എന്നുള്ള അന്ധമായ ഒരു ആദ്യകാലത്തെന്ന പോലെ പിൻവലിക്കുന്ന ചിലർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ സഭാ നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? സഭാ നേതൃത്വം ഇതേപ്പറ്റി ബോധവാന്മാരാണ്, പക്ഷേ ഈ പബ്ലിക് ഒപ്പീനിയനെ മാനിച്ചവർ നിശബ്ദരാകും. കാരണം ഞാനോ സാറോ പറയുന്ന പോലെയല്ല, നേതൃത്വം പറഞ്ഞാൽ അത് ഒഫീഷ്യലായി, നമ്മൾ അഭിപ്രായമാണ് പറയുന്നത്, ഇതേപടി നടപ്പിലാക്കണമെന്നില്ല. പക്ഷെ അവർ പറഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷെ അവരുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ പറയുന്നത് ശരിയാണെന്നറിയാം. എക്സാമ്പിൾ, പണ്ടും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഈ പാട്ടുകൾ എഴുതുന്ന അധികവും സിനിമ ട്യൂണുകളായിരുന്നു അന്നും, അറിയാലോ. അതെ അതെ, പ്രമുഖരായ പലരും എഴുതിയിട്ടുള്ളതും ഉണ്ട്. അതെ, ഇപ്പം മണ്ണിലുള്ള മാല കറ്റാൻ കാൽവറി എന്നൊരു പാട്ടുണ്ട്, പൊന്നരിവാൾ അമ്പിളിയിലെ എന്നുള്ള പാട്ടാണ്. പക്ഷെ അന്നത്തെ ഒരു ഗുണം, ഈ TKSൻ്റെ ഒക്കെ പാട്ടുകളിൽ അദ്ദേഹം ഇത് എഴുതും, എവിടുന്ന് എടുത്തു, ഇന്നതാനും തന്നെ എഴുതും, അത് നല്ലതാണ്. ഇന്ന പാട്ടിൻ്റെ ഇന്നതിൻ്റെ അനുകരിച്ച് തന്നെ എഴുതും, ആ പാട്ടിൻ്റെ മുകളിലായിട്ട് കണ്ടേക്കും ഇന്ന രാഗം, അത് കേട്ട് വേണം പാടാൻ. അപ്പോൾ അതൊക്കെ അന്ന് സ്വീകരിച്ച സത്യത്തിൽ അത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് മറക്കെ ഇത് കയറി വരികയും ചെയ്യും. കാരണം ഈ പൊന്നരിവാൾ എന്നും പാടുന്നില്ല, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പാട്ടാണ്, ആരാധനാ ഗീതങ്ങളൊക്കെ. ഇപ്പം പുതിയ പാട്ടുകളൊക്കെ കണ്ടില്ലേ, നമ്മുടെ മറ്റേ 87 സങ്കീർത്തനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹാ മനോഹരം യാഗേ നിന്റെ ആലയം, വളരെ പ്രസിദ്ധമായ പാട്ടാണ്. പക്ഷെ പണ്ടായി എഴുതിയ പാട്ട് ഏത് രൂപത്തിലാണെങ്കിലും അതിനെ തമസ്കരിച്ചിട്ട് ഈ പാട്ടിങ്ങ് കയറി വന്നു. ഇത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തരം കലകളെയും എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ കാലോചിതമാക്കി മാറ്റിയെടുക്കണം. ഇപ്പം ഞാനിപ്പം നമ്മൾ മൊബൈൽ എടുക്കുക, ഞാൻ ആദ്യകാലമൊക്കെ ഇതിങ്ങനെ നോക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതിനകത്ത് നമുക്ക് വേണ്ടാത്തതും രാഷ്ട്രീയം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വന്നത്, നമുക്കിതെല്ലാം തിയോളജിക്കലായ ബിബ്ലിക്കലായ മാനുഷിക മൂല്യങ്ങളായ ആശയങ്ങളുടെ ബദലുകൾ ഇപ്പോഴത്തെ സൃഷ്ടിച്ചിടാം. പക്ഷെ അന്നത് വിജയിപ്പിച്ചെടുക്കാൻ പാടായിരുന്നു. പക്ഷേ നമുക്കപ്പോൾ വ്യൂവേഴ്സായി, ഇപ്പുറത്തെ അത് പറയാൻ നമ്മൾ കുറേ സെക്കുലർ സംവിധാനങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആളുകളായി. എന്ന് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും ബദലുകൾ സൃഷ്ടിച്ചിട്ട് അതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വിശാല ലോകം നമ്മുടെ മുമ്പിൽ കിടക്കുക. അപ്പം നമ്മളതിനെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാർ, അതുപോലെ ഒക്ടോബർ 7 എന്ന് 2023 വരെ മുമ്പ് വരെ കേൾക്കുമ്പോൾ നമുക്കൊന്നും സാധാരണ തോന്നാറില്ല. എന്നാൽ അതിനുശേഷമുള്ള ഒക്ടോബർ 7 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ചിത്രങ്ങളുണ്ട്. ഒന്ന് ഇസ്രായേൽ, 2 ഹമാസ്, ബന്ദികൾ, അതോടൊപ്പം തന്നെ ഗാസ. ബൈബിളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഗാസ. ബൈബിളിലെ പുരാതനമായ ബൈബിളിലെ ചരിത്രങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഗാസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഇസ്രയേലിൻ്റെ ചരിത്രം ലോകത്തിൻ്റെ ഗതിയുമായി ബന്ധപ്പെട്ടാണ് വേദപണ്ഡിതന്മാരും മറ്റു ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗാസയുടെ ഗതി എന്താകും? ഇസ്രയേലിൻ്റെ ഈ പിടിച്ചു നിൽപ്പ്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഈ ധൈര്യം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ നിലനിൽപ്പൊക്കെ എങ്ങനെയായിരിക്കും ഭാവിയിൽ? അതിൻ്റെ ഭാവി എന്തായിരിക്കും? ഗാസ എന്തായിത്തീരും? ഗാസ ബൈബിളിലെ ഗസയാണ്. ഗസ, അതെ. 5 ഫിലിസ്ത്യരുടെ പഞ്ചമഹാനഗരങ്ങൾ പറയുന്നുണ്ട്. അസ്കലോൻ, അസ്തോദ്, എക്രോൻ, ഗത്ത്, ഗസ. ഇതാണ് പഞ്ചമഹാനഗരങ്ങൾ. അതെ, അത് പണ്ടേ മഹാനഗരങ്ങളാണ് അക്കാലത്ത്. അതെ. അപ്പോൾ ഇത് ഒരു പന്തയം വഴി പോയതാണ്, നഷ്ടപ്പെട്ടതാണ്. ആ പന്തയം എന്ന് പറഞ്ഞാൽ ഈ മല്ലയുദ്ധം നടക്കുന്നു, ദാവീദും ഗോലിയാത്തും തമ്മിൽ. ഞങ്ങൾ തോറ്റാൽ ഇത് മുഴുവൻ നിങ്ങളുടെ, നിങ്ങൾ തോറ്റാൽ ഇങ്ങനെ. നമ്മളിത് കേട്ടാൽ നേരാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ നടന്നിരുന്നു മാമാങ്കം ഇതുപോലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചൂതുകളി പോലെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഭൂമിയാണ്. അങ്ങനെ ഇസ്രയേലിൻ്റെ കയ്യിലാവുന്നു. നിർഭാഗ്യവശാൽ ഈ ചരിത്രം പറയുന്ന ആളുകൾ ഇസ്രയേൽ മടങ്ങി ചെല്ലുന്ന ആ ഘട്ടം മുതലുള്ള ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭൂമിക്കൊരു പൗരാണികമായ ചരിത്രം അതിലുണ്ട്. അവരുടേതാണ് ആ ഭൂമി. കാരണം അത് പണ്ട് ഭരിച്ചിരുന്നത് നമ്മുടെ ശാലേൻ രാജാവായ മെൽക്കീസദേക്കിനെ പറ്റി പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് അബ്രഹാമും തമ്മിലുള്ള ഒരു അലയൻസ് ഉണ്ടാകുന്നു. പിന്നീട് ഈ ജനത ചെതറിപ്പോകുന്നു. അവർ തിരിച്ച് ഈ സ്ഥലത്ത് വരുന്നു. അപ്പോൾ അവിടെ കനാനൈറ്റ്സ് സെറ്റിൽ ചെയ്തിരിക്കുന്നു. അവരെ നിർമൂലനം വരുത്തിക്കൊണ്ട് ഇവരുടെ കയ്യിലാകുന്നു. ഇതാണ് ഒരു സ്റ്റാറ്റസ് കോ. അവിടുന്ന് തുടരുക. ഇനി അവിടുന്ന് രണ്ടാം ഘട്ടം ഇവർ വീണ്ടും AD 70 സംഭവങ്ങൾ 120 സംഭവങ്ങളോട് ആകുമ്പോൾ ഖദ്രിയൻ്റെ കാലത്ത് ലോകം മുഴുവൻ ചെതറുന്നു, ദേവാലയം നശിക്കുന്നു. ഇതിനിടയിൽ റോമക്കാരുടെ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നം നടന്നു. റോമൻസിന് ജൂതന്മാരുടെ ഒരു വിരോധമുണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ എന്ന പേര് മാറ്റി അവരാണ് പാലസ്തീൻ എന്ന് പേരിടുന്നത്. ബൈബിളിലൊക്കെ പാലസ്തീനാണ് പുതിയ നിയമത്തിൽ. ആ പാലസ്തീൻ എന്ന് വന്നത് ഇവരുടെ ശത്രുക്കളുടെ പേരാണ് ഫെലിസ്തീർ.
ദ ലാൻഡ് ഓഫ് ഫെലിസ്റ്റിയൻസ് എന്ന അർത്ഥത്തിലാണ് പാലസ്തീന നിരുന്നത്. അത് പിന്നെ പേരായി. പേര് വന്നത്. ഇതിനൊക്കെ ശേഷം ലോകയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. ബ്രിട്ടൻ, അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇറ്റലിയും ജർമ്മനിയും കൂടുന്ന ആക്സിൽ പവർ, അലയൻസ് പവർ, ഈ വാറ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ ആ വാറിൽ ബ്രിട്ടൻ്റെ തോൽവി, ആ തോൽവിയുടെ ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ വെയ്സ്മാനും കൂട്ടരും സപ്പോർട്ട് ചെയ്യുന്നു, ജൂതന്മാരാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ജൂത സയൻറ്റിസ്റ്റുകൾ അവരുടെ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടും സ്ഫോടക വസ്തുക്കൾ കൊടുത്തുകൊണ്ടും ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ പാരിതോഷികമായി ഈ സ്ഥലം അവർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇതിലൊരു കേരളമായിട്ടൊരു ബന്ധമുണ്ട്, അതാ പറഞ്ഞിരുന്നത്. ഈ ഘട്ടത്തിൽ ഈ സ്ഥലം തുർക്കിയുടെ കയ്യിലാണ്. അപ്പോൾ ബ്രിട്ടൻ തുർക്കിക്കെതിരെ അടി തുടങ്ങി. തുർക്കിക്കെതിരെ അടിച്ചെങ്കിലേ ഇവിടം പിടിക്കാൻ പറ്റും. തുർക്കി അല്ലെങ്കിൽ അപ്പുറത്താണ്. അന്നേരമാണ് നമ്മുടെ വാര്യംകുന്നനും അടക്കമുള്ള ടിപ്പു സുൽത്താൻ ഇങ്ങനെയുള്ള കക്ഷികളെല്ലാം കൂടെ ശരിക്കും ബ്രിട്ടീഷുകാർക്കെതിരാകുന്ന അന്നേരമാണ്. നമ്മളിവിടെ പഠിച്ചു വെച്ചേക്കുന്ന വേറെ ചരിത്രമാണ്. അല്ല, തുർക്കിക്കെതിരായി തിരിഞ്ഞപ്പോഴാണ്. അതെ, കാരണം തുർക്കിയുടെ രാജാവാണ് ഇവരുടെയും ഖലീഫ. ഈ ഖലീഫേറ്റ് എന്ന് പറയുന്ന സംവിധാനം, അതെ, ഈ മാർപ്പാപ്പയുടെ കീഴിലാണ് കത്തോലിക്ക സഭ വരുന്നത് പോലെ ഖലീഫയുടെ കീഴിലാണ് ഇവിടുത്തെ ഇസ്ലാം എന്ന് അവർ വിശ്വസിച്ചു. അത് രാജ്യമാണ്. ഈ നാട്ടുരാജ്യം വി ആർ അണ്ടർ ദ ഖലീഫേറ്റ് ഓഫ് തുർക്കി. അപ്പോൾ തുർക്കിക്കെതിരെ ബ്രിട്ടൻ തിരിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് പഴശ്ശിരാജ. ആദ്യം 10 കൊല്ലം പഴശ്ശിരാജ സപ്പോർട്ട് ചെയ്തത്. അവസാനം പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരോട്ട് തുടക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചേർത്ത് പറയുക, ഈ പഴശ്ശിരാജയുടെ അമ്മാച്ചനെ ഒരു താലൂക്ക് ഏൽപ്പിച്ചു ബ്രിട്ടീഷുകാർ, നീ ഇവിടുന്ന് പിരിച്ചോളാൻ ഭിന്നിപ്പിക്കലാണല്ലോ അവരുടെ. ഈ സമയത്ത് പഴശ്ശിരാജ എതിർത്ത് തിരിച്ചു. അല്ല, ഇവരാരും ഇന്ത്യക്ക് വേണ്ടി പൊരുതിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ഈ തുർക്കികളുടെ കയ്യിൽ കിടന്ന ഈ രാജ്യം പിടിച്ചെടുത്തപ്പോൾ ബ്രിട്ടന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. കാരണം അറാബ് രാഷ്ട്രീയം കംപ്ലീറ്റ് ഇവർക്കെതിര്. അപ്പോൾ എണ്ണയുടെ രാഷ്ട്രീയം ഇതെല്ലാം കൂടെ വരുമ്പോഴേക്ക് റഷ്യയുടെ സമ്മർദ്ദം ബ്രിട്ടന് പറ്റുന്നില്ല. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ പതുക്കെ ക്ഷീണിച്ചും വരിക. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്നോർത്ത് ഇവർക്ക് പുനരധിവാസത്തിൻ്റെ ഒരു പാക്കേജ് ആർദർ ബാൽഫറുടെ വിളംബരത്തോടെ വരികയാണ്. അങ്ങനെ ഇവർക്ക് സ്വദേശത്തേക്ക് വരാം, ഭൂമി വാങ്ങാം എന്നായി. അനാകർഷണീയമാണെന്ന് ഈ സ്ഥലങ്ങൾ. കാരണം ഇത് പ്ലാൻഡായൊരു സംവിധാനം ഒന്നും ഇല്ല കിടക്കുക. ഇന്നത്തെ ഇസ്രയേൽ അല്ല, ഒറ്റവാക്കി പറഞ്ഞു. അപ്പോൾ ഭൂമി വില കൊടുത്തൊരു വാങ്ങുകയും ശേഷം മനുഷ്യരെ അവിടേക്ക് കയറ്റുകയും അങ്ങനെ വന്ന ആളുകൾക്ക് കൂടുതൽ കുട്ടികളുണ്ടായാൽ അവർക്ക് പരിഗണന കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഈ മാൻ പവർ അവരുപയോഗിച്ചു. അങ്ങനെ എത്തുമ്പോഴേക്കും അകത്തുനിന്ന് പ്രശ്നമായി. കാരണം പാലസ്തീനികൾ കുറേ ഉണ്ട്, ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഉണ്ടോ. ഇവർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഇതിനെ പരിഹരിക്കാൻ ബ്രിട്ടൻ ഒരു പണി ചെയ്തു. ഈ യോർദാൻ നദി അതിരാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ അങ്ങേ തീരം നമ്മൾ ഈ വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഭൂപ്രദേശം മുഴുവൻ ഫ്രീ ആയിട്ടിട്ടിട്ട് ഇറ്റ് ഈസ് ഫോർ യു, ഇത് നിങ്ങൾക്കാണ്, ഇത് ഇസ്രയേൽ, ഇത് ഇങ്ങോട്ട് പാലസ്തീൻ, ഇത് അന്ന് അവർ അംഗീകരിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. അപ്പോൾ അവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങളും അന്നത്തെ ആക്ടിവിസ്റ്റുകൾ, ഇസ്ലാമിക് ആക്ടിവിസ്റ്റ് എല്ലാം പറഞ്ഞു വേണ്ട, ഇത് കംപ്ലീറ്റ് നിങ്ങളുടെയാണ്, അതിനാണ് നിങ്ങൾ അങ്ങനെ ആക്കുന്നത്, അത് വേണ്ട. അടുത്താണ് രസകരമായ കാര്യം. അപ്പോൾ ഈ ഭൂമി കിടക്കുക അവിടെ. ഈ ഭൂമി ഇന്ന് നമ്മൾ യോർദാൻ എന്ന് വിളിക്കുന്ന രാജ്യം ആരും ചോദിക്കാതെ കിട്ടിയതാണ്. ആർക്ക് കൊടുത്തെന്നറിയോ? ഏതായാലും ബ്രിട്ടീഷുകാർക്ക് വേണ്ട. അങ്ങനെ മെക്കപ്പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു കുടുംബത്തെ വിളിച്ച് ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഹാഷിമേറ്റ് കിങ്ഡം ഓഫ് ഹമാൻ എന്നറിയപ്പെടുന്ന യോർദാൻ ഉണ്ടായത്. ഇതിവർക്ക് കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് അതുമില്ല ഇതുമില്ല എന്നൊരു പരിസ്ഥിതിയിലേക്ക് എത്തി. ഇനി ചർച്ചയിൽ വരുന്ന മിക്ക ആളുകൾക്ക് ഇതിൻ്റെ ഒരു ജോഗ്രഫിയും, അത് ഇസ്രയേലിനെ ചർച്ച ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ജോഗ്രഫി പഠിക്കണം, വാറുകളുടെ ചരിത്രം പഠിക്കണം, റിലീജിയൻ പഠിക്കണം, ഇസ്ലാമിനെയും പറ്റിയും പഠിക്കണം, ക്രിസ്ത്യാനിറ്റിയെ പറ്റിയും പഠിക്കണം, ഈ യഹൂദൻ്റെ കാര്യം പറയേണ്ടതില്ല, ജൂതമതത്തെ. ഇത് ഒരു കറൻറ്റ് പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഇവരെ പീഡിതരായി കണ്ട് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയം. അവരുടെ മണ്ണാണ്, അവരുടെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ ഇതേ കക്ഷികളാണ്. നമ്മൾ അട്ടപ്പാടിലെ ഭൂമി കയ്യേറ്റത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു വയ്ക്കേ, മിണ്ടത്തിലൊരക്ഷരം. ഈ ചർച്ച വന്നിരിക്കുന്ന കക്ഷികൾ അട്ടപ്പാടിയിൽ നിന്ന് ആദിവാസിയെ മുഴുവൻ കൊടിയിറക്കി, മധു പട്ടിണി കിടന്ന് മരിച്ചു, തല്ലിക്കൊന്നു. ഈ രാഷ്ട്രീയം മിണ്ടത്തില്ല. മധുവിൻ്റെ മരണമോ ഇവിടുത്തെ കാര്യമൊന്നൊരു വിഷയമല്ല. അപ്പോൾ അവിടെ സ്ത്രീ മരിക്കുന്നു, കുട്ടി മരിക്കുന്നു, കുഞ്ഞു മരിക്കുന്നു, ഈ അലർച്ചയാണ്. ഇതെങ്ങനെ ഉണ്ടായി, എന്താണ് കാരണം എന്ന് പഠിക്കുന്നില്ല. ഇനി ഇതിനു വേണ്ടി പമ്പ് ചെയ്ത ഡോളറുകളുണ്ട് ഈ ഇവരെ നിലനിർത്താൻ. ഐക്യരാഷ്ട്രസഭ നമ്മുടെ എല്ലാം നികുതി പണം തിരിഞ്ഞും പറഞ്ഞും പോകുന്നുണ്ടോ. ഇതുപോലെ തന്നെ ഖത്തറും മറ്റ് രാജ്യങ്ങളും ഒക്കെ പിരിവെടുത്ത് ഇവർ കൊടുത്ത പണമുണ്ട്. ഇതുകൊണ്ട് മറ്റൊരു രാജ്യമുണ്ടാക്കാം. ഈ പട്ടിണിയുടെ ആവശ്യമില്ല. ഇവർക്ക് വിദ്യാഭ്യാസമില്ല, പോഷകാഹാരമില്ല, ആശുപത്രിയില്ല. പക്ഷേ നമ്മൾ കണ്ട ആശുപത്രിയുടെ അടിയിൽ എന്താ സ്ഥിതി? മാരക ബോംബുകളും ആയുധങ്ങളും ഉണ്ടാക്കി അവിടെ കൊണ്ട് ആളുകളെ ഇടാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി
ബന്ദികളെ പാർപ്പിക്കുന്ന ജയിലുകൾ ഉണ്ടാക്കി. അതെ. അപ്പോൾ ഇതിനെല്ലാം ചെറുത്തുനിൽപ്പെന്നാണ് പറയുന്നത്. ഇനി ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു രാജ്യം പാലിക്കുന്ന ഭയങ്കര സംയമനമാണ്. അവർ ചുമ്മാ അടിക്കുന്ന ആൾക്കാരൊന്നും അല്ല. അത് ഈ മാധ്യമങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യാറില്ല. എക്സാമ്പിൾ BBC പോലെയുള്ള ഇൻ്റർനാഷണൽ മീഡിയാസ് മുഴുവൻ ഒരു പ്രത്യേക ജനത കൈയടക്കി വെച്ചിരിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട വാർത്തയെ പുറത്തു വരും. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ലോകരാഷ്ട്രീയം ചെരിഞ്ഞാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ജൂതനാരും ഇല്ല വാസ്തവത്തിൽ. പക്ഷെങ്കിൽ ഗസ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും ഈ പാലസ്തീൻ്റെ കയ്യിൽ നിൽക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം ഇതിൽ നമ്മൾക്ക് ബിബ്ലിക്കലി ചിന്തിച്ചാലും ഹിസ്റ്റോറിക്കലി ചിന്തിച്ചാലും 48 ശേഷമുള്ളൊരു രാഷ്ട്രീയം പഠിക്കണം. 48 ശേഷം വന്ന രാഷ്ട്രീയത്തിൽ എല്ലാ യുദ്ധത്തിലും ഇസ്രയേൽ ഒരു മേൽക്കൈ എടുത്തു. യുദ്ധം ആരും വിജയിക്കുന്നില്ല, അത് തകർച്ചയാണ്. പക്ഷേ യുദ്ധങ്ങളിൽ ഇപ്പം നമ്മൾ ചോദിക്കും ഇത്രയും വലിയ ശക്തി ഉണ്ടായിട്ട് എന്താണ് ഇവരെ അടിച്ചൊതുക്കാൻ പറ്റാത്തത്? പക്ഷേ ഇതിൻ്റെ ഈ സംഭവം ജനസാമാന്യങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ ചെതറിയ ഈ രാജ്യം കിടക്കുന്നത്, ഈ സംഭവം കിടക്കുന്നത്. ചിലർക്കതറിയില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഈ 3 സോണുകളാണ് പാലസ്തീൻ. 3 സോണുകൾ. സോൺ എ, സോൺ ബി, സോൺ സി. ഇത് 3 നമ്മൾ ഗോവ ഡാമൻ ഡ്യൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതിൽ സോൺ എ എന്ന് പറയുന്ന സ്ഥലത്ത് ജൂതന്മാർ കൂടുതലും പാലസ്തീനികൾ കുറവാണ്. പക്ഷേ അത് പാലസ്തീനാണ്. കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ അല്ലെങ്കിൽ ദ ഗവൺമെൻറ് ഓഫ് ഇസ്രയേൽ. കൺട്രോൾ ആർക്ക്? ഇസ്രയേലിനാണ് കൺട്രോൾ. അവിടേക്ക് ഇനി ഒരു പാലസ്തീനിക്ക് പ്രവേശനം ഇല്ല. അവിടെ ഇസ്രയേലിക്കും പ്രവേശനമില്ല. നിങ്ങൾക്ക് തുടരാം. സോൺ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. പാലസ്തീനി കൂടുതലും ഇസ്രയേൽ ചുരുക്കമാണ്. അവിടേക്കും പ്രവേശനമില്ല. കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ. ഇനി കിടക്കുന്ന സോൺ സി എന്ന് പറയുന്നത് 2 കൂട്ടരും തുല്യമാണ്. 2 കൂട്ടർക്കും വരാം, 2 കൂട്ടർക്കും പോകാം. തുല്യമായതുകൊണ്ട് കൺട്രോൾഡ് ബൈ ദ മിലിറ്ററി ഓഫ് ഇസ്രയേൽ. ഇതാണ് അതിൻ്റെ ഒരു ക്രമീകരണം ഇങ്ങനെയാണ്. അപ്പോൾ ഇത് 3 കിടക്കുമ്പോൾ ഇവരെവിടെ ചെന്ന് അടിച്ച് നിരത്തുന്നത്? ഈ പാലസ്തീനെ തീർക്കണമെന്ന് പറയുമ്പോൾ ഇവരാളുകളും കിടക്കുക, ഇത് മനുഷ്യ കവചം പോലും ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഇത് യുദ്ധമാണ്. നമ്മളീ കാണുന്ന പോലെ ചുമ്മാ ഒരു നാട്ടിലെ കലഹമൊന്നുമല്ല. ചുമ്മാ അങ്ങോട്ട് 10 പേർക്ക് എറിഞ്ഞ് ജനസാമാന്യങ്ങൾ മരിക്കും. അത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ കൂടി ഓരോ യുദ്ധം കഴിയും തോറും നിർണായക ഇടങ്ങൾ അവരുടെ കയ്യിൽ വരുന്നുണ്ട്. ഉദാഹരണം, നമ്മുടെ കാർഗിൽ പോലെ തന്ത്രപ്രധാനമാണ് ഗോലാൻ കുന്നുകൾ. ഈ ഗോലാൻ ഹൈറ്റ്സൊക്കെ പിടിച്ചു. പണ്ട് സീനായി മുനമ്പം വരെ പിടിച്ചു. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഈ ഈജിപ്റ്റുമായിട്ടുള്ള കനാൽ, സുയസ് കനാൽ, ഇതുവരെ ഒരിക്കലും ഇവർ പിടിച്ചതാണ്. അത് തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ഇസാഖ് റാബീനെ അവർ തന്നെ കൊന്നു, ഒരു തീവ്രവാദിയായ വിദ്യാർത്ഥി. അപ്പോൾ ഇവരുടെ ഒരു കാരണവശാലും ജൂതൻ പിന്നോട്ടില്ല. അവരത് സർവൈവ് ചെയ്യും, അവർ പോരാടി പിടിക്കും. പിന്നെ പരിധി വിട്ടിതിനകത്ത് ഇറങ്ങാൻ വയ്യാത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, പല കാര്യങ്ങളിലുണ്ട്. ലോകരാഷ്ട്രീയത്തിൻ്റെ പല ക്രമീകരണങ്ങളെ ആശ്രയിച്ച യുദ്ധം വരുന്നത്. യുദ്ധത്തിന് എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കൊമേഴ്സ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ തന്നെ പൊളിറ്റിക്കലി നമ്മൾ പാലസ്തീൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. നല്ലൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ യുദ്ധത്തിൽ ഒരാൾ നിലപാടെടുക്കുന്ന ലാഭം നോക്കിയാൽ, അപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ ഒരു രാജ്യം നിൽക്കുക, അവരുടെ കുറ്റമല്ല, അവരുടെ ട്രേഡും ഇതെല്ലാം അവരെ ആശ്രയിച്ചാൽ അങ്ങനെ നിലപാടെടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറയാം ഇന്ത്യയാണ് ഡീസൻറ്റ്, ഇന്ത്യ കയറി അടിക്കുന്നില്ല, നമ്മളെ അല്ലേ ഇവർ ചെയ്യേണ്ടതെന്നുള്ള ന്യായം. പക്ഷെ പൊളിറ്റിക്കലി ലാഭം എവിടെയാണ്? കാരണം ഇന്ത്യ സ്വന്തം കാലം നിൽക്കാൻ ശ്രമിക്കവേ ഇതൊക്കെ വിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ അവർക്ക് നല്ലത്. പിന്നെ ഇന്ത്യ വന്ന് കയറി ഇങ്ങനെ കിടക്കാൻ പറ്റിയില്ല മറ്റൊരു രാജ്യത്തിന്. നമ്മൾ പക്ഷേ അവിടെ വിമാനത്താവളം പണിയോ അമേരിക്ക വരുമോ ബ്രിട്ടൻ വരുമോ ഒക്കെ ചെയ്യാം. കാരണം അവർക്ക് ദീർഘകാല അടിസ്ഥാനത്തിലെ വീക്ഷണമില്ല, ജനാധിപത്യ ശക്തമല്ല. ഇവിടെ അത് നടക്കില്ല. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ഫ്രണ്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫ്രണ്ട് ആരാ? ഇസ്രയേലാണ്. അതിലെ കാര്യകാരണങ്ങൾ പഠിച്ച രസകരമാണ്. ഈ അലീഫ് എന്ന് പറയുന്നൊരു ഫോർട്ടുണ്ട്. ഇത് അദാനിയുടെയാണ്. ഇതെവിടെ? ഇസ്രയേലിലാണ്. അവിടുന്ന് നേരെ ഒരു ട്രേഡ് റൂട്ട് നമ്മൾ വരച്ചിട്ടാൽ നേരെ ഇങ്ങ് വരെ വരും, നമ്മുടെ തിരുവനന്തപുരം വരെ വരും. ഇപ്പം പിന്നെ മുംബൈയിലുണ്ട്. ഈ ട്രേഡ് അത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ട്രേഡ് റൂട്ട് കറക്റ്റായെങ്കിൽ ഇന്ത്യക്ക് എക്കണോമി വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഓയിലുണ്ട്. പിന്നെ നമുക്കിവിടെ ഈ മറ്റേ തൊഴിലിന് കൊടുക്കേണ്ട പണം അത് തീരെ കുറവാണ്, തൊഴിലാളിയുടെ കൂലി. അതുകൊണ്ട് അസംസ്കൃത എണ്ണ ഇവിടെ കൊണ്ടുവന്നിട്ട് ശുദ്ധീകരിച്ച് കൊടുക്കുന്നത് ഗൾഫിൽ കൊടുത്താൽ പോലും ലാഭമാണ് തിരിച്ച്. അപ്പോൾ ഈ റൂട്ട് കറക്റ്റാക്കാൻ അവരും ആഗ്രഹിക്കുന്നു, നമ്മളും ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ യുദ്ധം നടക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. അപ്പോൾ ഇത് നമ്മൾ കാണാത്തൊരു വിധത്തിലേക്ക് ഇസ്രയേലിൻ്റെ ട്രേഡും കൊമേഴ്സും ഒക്കെ വർദ്ധിക്കുന്നു. അതിന് പറ്റുന്ന അതിനൊരു തടസ്സമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗസയിലെ ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ഗസയിൽ അല്ലെങ്കിൽ പാലസ്തീനിൽ ഒരു പാവ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് ഇസ്രയേൽ കൺട്രോൾ ചെയ്തിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും യുദ്ധത്തിൽ ആത്യന്തികമായ പരാജയം വരത്തില്ല.
പിന്നെ യുദ്ധത്തിൽ വിജയം എന്നൊന്നുമില്ല, ആർക്കുമില്ല. ഒരു മേൽക്കൈ, അതിൽ ഗണ്യമായൊരു മേൽക്കൈ തീർച്ചയായിട്ടും ഇസ്രയേലിനും ഗസയ്ക്കും ഈ ഇവർക്ക് തന്നെ ഉണ്ടാകും. ഗസ ഇസ്രയേലിൻ്റെ ആധിപത്യത്തിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ ബൈബിളിലെ ഒരു ഭാഗമുണ്ടല്ലോ, ഗസ നിർജ്ജനമാകും എന്നൊരു പ്രവചന ശബ്ദമുണ്ട്. പലരും അതെടുത്ത് ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഗസ ശൂന്യമായി തീരുന്നു, ഇത് ഗസയുടെ ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതാണോ അതിൻ്റെ യാഥാർത്ഥ്യം? അല്ല, കാരണം അത് ഫുൾഫിൽ ആയതാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ സംഭവം. അതിനുശേഷം എത്രയോ തവണ അത് പ്ലെൻറ്റിയായി, എത്രയോ തവണ പലതരം നീക്കങ്ങൾ അവിടെ നടന്നു. അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞ പ്രവചനമാണ്. നിർജ്ജനമായി തീർന്ന് ആ കാലഘട്ടം കഴിഞ്ഞു. അസ്കലോൻ അതുമല്ല അത് ചേർത്ത് പറയുന്നു. ഗസ നിർജ്ജനമാകും. അതെ, അത് കഴിഞ്ഞു പോയവയാണ്, നിറവേറി കഴിഞ്ഞവയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇസ്രയേൽ അതിൻ്റെ ജൈത്രയാത്ര തുടരും. ഗസ ഇസ്രയേലിനോടൊപ്പം പണ്ടെങ്ങനെയായിരുന്നോ അതുപോലെ വരും, അതേ അവസ്ഥയിൽ തന്നെ തുടരും. അപ്പോൾ ഇപ്പോഴത്തെ ഈ തകർച്ച അത് വീണ്ടും പുനരുദ്ധരിക്കപ്പെടും എന്നുള്ളതാണോ പാസ്റ്റർ പറയുന്നത്? അതായത് ഗസയുടെ ഇപ്പോൾ ഈ തകർന്നു പോയ അത് ഉഴുതുമറിക്കപ്പെട്ടതുപോലെയാണ്, ഉഴുതുമറിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഗസ കിടക്കുന്നത്. അത് പൂർത്തീകരിക്കപ്പെടുമോ? അത് പെട്ടെന്ന് നടക്കുമെന്ന് പറയാൻ വയ്യ. കാരണം ചിലതരം കാര്യങ്ങളുടെ അടയാളപ്പെടുത്തലിന് അവിടെ ഇടുന്ന പതിവുണ്ട്. ഞങ്ങളുടെ കളിച്ചാൽ ഇതാണ്, അത് നീ മനസ്സിലാക്കിക്കോ എന്ന് കാണിക്കാൻ ചിലത് ഇടും. തങ്ങളുടേതായി കഴിഞ്ഞല്ലേ ബാക്കി. ഈ ഇസ്രയേലിനെ അപ്പോൾ നമ്മൾ വേറൊരു കാര്യം, ഇപ്പം ഹമാസ് ചെന്നിട്ട് മൊസാദിൻ്റെ കേന്ദ്രം അടിച്ചു തകർത്തു, ഓഫീസ് ഇറാനാണ് തോന്നുന്നു അടിച്ചു തകർത്തത്. ഇത് ഭയങ്കര വാർത്തയായി. പക്ഷേ അതിനകത്തൊന്നുമില്ല, ഇതൊരു ഓഫീസ് മാത്രമാണ്, കൺസൾട്ടേഷന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഓഫീസ് മാത്രമാണ്. ഈ ഓഫീസ് പോകുന്നതാണ് ഒരായുധം പോകുന്നതിൽ അവർക്ക് ലാഭം. ഇതിൽ പ്രയോഗിച്ചേ ഇവർക്കറിയാം തിരിച്ചൊരു അടിയുണ്ട്, ആ അടി ഇങ്ങനെ തീരണം. അതുകൊണ്ട് അവിടെ നഷ്ടമൊന്നുമില്ല. ഒരു പഞ്ചനക്ഷത്രം, ഒന്നാമത് അവിടെ വലിയ ബിൽഡിങ്ങുകളില്ല, ആ രാജ്യം അതിനൊന്നും പ്രോത്സാഹിപ്പിക്കത്തില്ല. വലിയ നിർമ്മാണ സംവിധാനമൊന്നും അവിടെ ഇല്ല. വീട് പണിയാൻ പോലും ഗവൺമെൻറ് കൊടുത്ത സ്ട്രക്ചറുണ്ട്, അതിൻ്റെ പെയിൻറ്റ് പോലും ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ ഫ്ലൈറ്റ് ഇറക്കാം അവരുടെ റോഡിൽ അത് റൺവേ ആയി മാറും. അതിന് പറ്റിയ ഹൈവേകളുണ്ട്. യുദ്ധത്തെ എപ്പോഴും നേരിടാൻ വേണ്ടി പര്യാപ്തമായൊരു കമ്മ്യൂണിറ്റി. അവരടിക്കുമ്പോൾ പ്രത്യേകത അവർക്കറിയാം, ഇന്നത് വരുന്നു. അപ്പോൾ വരുന്ന അരിശത്തിന് മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടർ കയറി അടിച്ചു. നമ്മൾ കേട്ടാൽ ഇതൊരു നല്ല വാർത്തയാണെങ്കിലും വലിയ ക്ഷതമൊന്നും അതിനകത്തില്ല, സംഭവിച്ചില്ല. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളോട് കളിച്ചാൽ ഇതായിരിക്കും എന്ന് തോന്നിപ്പിക്കാൻ പാകത്തിൽ ചില സ്ഥലങ്ങൾ അവരിടും. ഇവർക്ക് വേറെയാണ് പ്ലാൻ. അവിടെ ഇന്ന് കാണുന്ന നാഗരികതയൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ, ഇവർ ഈ ക്രിസ്ത്യൻസിനോടും മുസ്ലിംസിനോടും വലിയ ഫേവറാണ് അവിടെ ചെന്നാൽ മനസ്സിലാവും. ഇപ്പം ഇനി എത്തിസ്റ്റുകൾ വരും തോതിലുണ്ട്. ഈ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രയേലിൻ്റെ ഓഫീസാണ് ഇപ്പോൾ, അരിവാളും ചുറ്റിയൊക്കെ ഉണ്ട്. അത് അറബി രാജ്യത്ത് പറ്റില്ല. അവരത്ര ലിബറലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ മുസ്ലിം ആകാം, പള്ളി വെക്കാം, ക്രിസ്ത്യാനി ആകാം, ഇതിനൊന്നും തടസ്സമില്ല. ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന മനുഷ്യരില്ല. ഇനി അടുത്തത് ടൂറിസം. ഇന്ന് വരെ ടൂറിസ്റ്റ് അവിടെ ആക്രമിക്കപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത്ര പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. അതാണ് അങ്ങനെയൊക്കെ ഒരു നല്ല രാജ്യമാണ്. അവരിൽ നിന്ന് പഠിക്കണം പാഠങ്ങൾ. ഫുഡ്, ഒരു അവരുടെ സമരവീര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഈ മിഡിൽ ഈസ്റ്റിൽ ഒരു ശുദ്ധജല സ്രോതസ്സാണ് ഗലീലിയക്കടൽ. ഇത് വറ്റാൻ തുടങ്ങി, വല്ലാതെ ഓവറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ ശുദ്ധജലം ഇങ്ങനെ തീരുന്നു എന്നുള്ളതൊരു വലിയ ഭീഷണിയായപ്പോഴേക്ക് ഐക്യരാഷ്ട്രസഭ ചുമതലപ്പെടുത്തി സയൻറ്റിസ്റ്റുകളുടെ പഠനത്തിനായിട്ട് വിട്ടു. അത് വിട്ടത് ഈജിപ്റ്റ്, സിറിയ, ലെബനോനിലെ ഡോക്ടേഴ്സ്, ഈ എൻജിനീയേഴ്സാണ് പോയത്, സയൻറ്റിസ്റ്റുകളാണ് പോയത്. അവർ ചെന്ന് പഠനം നടത്തിയ റിപ്പോർട്ട് 96 ആകുമ്പോഴേക്കും ഇത് വറ്റും. ഇസ്രയേലിലെ ഏറ്റവും കിട്ടാക്കനിയാവും വെള്ളം. അപ്പോൾ ഇത് ഇവർ നേരിടാൻ ഇച്ചിരി പാടായി. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വെള്ളം ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇവരൊട്ടും വിടാതെ ഇതറിഞ്ഞിട്ട് മെഡിറ്ററേനിയനിലെ വെള്ളം അടിച്ചു കയറ്റി ഹെർമോൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഫിൽട്ടർ ചെയ്ത് ഈ സലൈൻ വാട്ടർ, അതിപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ഉണ്ട്, ഇത് മാറ്റിയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉപ്പുണ്ടാക്കി ബാക്കി വരുന്ന ശുദ്ധീകരിച്ച വെള്ളം ഇതിലേക്ക് തിരിച്ചൊഴുക്കി വെള്ളം ഉയരാൻ തുടങ്ങി. അങ്ങനെ 96 വറ്റുമെന്ന് പറഞ്ഞ ഈ വെള്ളം 93 ആകുമ്പോഴേക്കും ഈ സയൻറ്റിസ്റ്റുകൾ വന്ന രാജ്യത്തിലേക്ക് കുപ്പിവെള്ളം കയറ്റി അയച്ച് ലാഭമുണ്ടാക്കി. ഇതാണ് അവരുടെ ആ ജീവത്തോടുള്ള അഭിനിവേശം. അവരെ നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ പറ്റിയ ആളുകളല്ല. കാരണം ആൽബർട്ട് ഐൻസ്റ്റീനെ, ഐസക് ന്യൂട്ടനെ, മൈക്കിൾ ഫാരഡെ, മാഡം ക്യൂറിയെ, പിയറി ക്യൂറിയെ, ഗ്രിഗർ മെൻഡലിനെ, ഐസക് ന്യൂട്ടനെയൊക്കെ രൂപപ്പെടുത്തിയ സമൂഹമാണ്. ഇത് ചരിത്രം പഠിക്കുക, ചുമ്മാ കയറിയിട്ട് നമ്മൾ കവലയെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഇതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഈ ജനത
ഒരു രാജ്യമില്ലാതെയാണ് ഇത്രയും മനുഷ്യരെ പ്രൊഡ്യൂസ് ചെയ്തത്. ലോക ചരിത്രത്തിൽ പിന്നെ ചിഹ്ന ഭിന്നമായി പോയ ഒരു ജാതി സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന ചരിത്രമില്ല. ഇല്ല, നമുക്കൊന്നും സാധിക്കില്ല. അതെ, നമ്മളെ ഗൾഫിൽ പോയവനെ തിരിച്ചു കൊണ്ടുവരാൻ പാടാ. അമേരിക്കയിൽ പോയ മലയാളി 10 കൊല്ലം മുമ്പ് പോയവനെ തിരിച്ചു പിടിക്കാൻ പാടാണ്. അതെ. അപ്പോൾ വലിയൊരു മാറ്റമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും. സാർ, ഒരു ചോദ്യം കൂടി നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതോട് ചേർത്ത് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചത്. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പുതിയ നിയമത്തിൽ, അത്തി തളിർക്കുമ്പോൾ നിങ്ങൾ വേനൽ അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളി. അപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കാത്തവരുമുണ്ട്. യേശു ക്രിസ്തു ഒന്നും ഇനി വരാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവരും എനിക്ക് തോന്നുന്നു പെന്തക്കോസ്ത് കോളത്തിൽ തന്നെയുണ്ട്. അതെ, ഒരു നിസ്സംഗത. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, അത് ഇസ്രായേലിനെ നന്നായി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നവർ. കർത്താവിൻ്റെ വരവ്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു രൂപകാർത്ഥ പ്രയോഗമാണ് അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുമ്പോൾ. അത് ഒരടയാളം വച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിയുന്നു. മേഘം കാണുന്നു, മഴവില്ല് കാണുന്നു. അപ്പോൾ നമ്മൾ ഗസ് ചെയ്യുന്നത് പോലെ അത്തി തളിർക്കുമ്പോൾ വേനലടുത്തു എന്നതുപോലെ ചില ലക്ഷണങ്ങൾ ഭൂമിയിൽ കാണുമ്പോൾ സെക്കൻഡ് കമ്മിങ്. ഇത് മാത്യു ചാപ്റ്റർ 24, മാർക്ക് 14, ലൂക്ക് 21 ഈ ചാപ്റ്റേഴ്സിലാണ് യേശുവിൻ്റെ ഈ ഒലിവ ഡിസ്കോസ്, ഒലിവുമല പ്രസംഗം എന്ന് പറയുന്നത്. അത് വളരെ സ്പഷ്ടമായി നിറവേറുന്നൊരു കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ 2000 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്ക് അതങ്ങ് യേശുവിൻ്റെ വാക്കുകളുടെ പവിത്രത, അതിൻ്റെ ശക്തി, അത് ഫുൾഫില്ല് ചെയ്യപ്പെടാനുള്ള ആ വെമ്പൽ, ആ പ്രേരണ, അത് വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവ് മിഥ്യയാണെന്നും അതൊന്നും സംഭവിക്കില്ല എന്നും ഈ ഒരു യുഗത്തിൽ ഇങ്ങനെ പറയുന്നവരുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവർ പ്രവചനം പഠിക്കാൻ തയ്യാറാകട്ടെ, കൃത്യമായി ബൈബിൾ പഠിക്കാൻ തയ്യാറാകട്ടെ. ഇവിടെയാണ് നമ്മുടെ അഭിമാനം ഉയരേണ്ടത്. ഇങ്ങനെ കാലത്തെ വിവേചിച്ച ഒറ്റ ഗ്രന്ഥവും ലോകത്തില്ല. ഇങ്ങനെ ലോകത്തെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്ത ഒരു മനുഷ്യനും ലോകത്തില്ല. അതുകൊണ്ട് നാം വിശ്വസിക്കുന്ന ബൈബിളും അതിൻ്റെ ഉള്ളടക്കമായ യേശു ക്രിസ്തുവും എന്നും കാലത്തെ അതിജീവിക്കുന്ന ആത്യന്തികമായ സന്ദേശമാണ്. ഇതാണ് ഇതിൻ്റെ ഉപസംഹാരമായിട്ട് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി. ഹാർവസ്റ്റിൻ്റെ പ്രേക്ഷകരുടെ ചില ചോദ്യങ്ങളായിരുന്നു, അവരുടെ മനസ്സിലുള്ള ചോദിക്കാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളാണ്. കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. ദൈവം സഹായിക്കട്ടെ. ആട്ടെ, പ്രൈസലാ. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലൂടെ സമകാലികമായ സഭയും വിശ്വാസവും സംബന്ധിച്ചും അതിനോടനുബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചും സമകാലികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു, അഭിമുഖത്തിലൂടെ കേൾക്കുകയായിരുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഈ ഉത്തരങ്ങൾ, ഈ അഭിമുഖത്തിലൂടെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം തന്നതായിട്ടുള്ള ആ ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വിശ്വാസം സംബന്ധിച്ച്, ചരിത്രം, സഭയുടെ ചരിത്രം സംബന്ധിച്ച്, സാമൂഹ്യപരമായ വിഷയങ്ങൾ സംബന്ധിച്ച്, സഭയുടെ നിലപാടുകൾ സംബന്ധിച്ചൊക്കെ വളരെ ആധികാരികമായി സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദൈവസഭയ്ക്ക് ഈ ചിന്തകൾ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹല്ലേലൂയ.